ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോലുമില്ല. ഇനി എൻ്റെ മോള് വരണം, ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തരണമെങ്കിൽ. കഴുത്തിൻ്റെ ഈ ഭാഗം ഫുള്ള് നീരാണ്. ഇവിടെ മൊത്തമാണ് ചവിട്ട് മൊത്തം കിട്ടിയിട്ടുള്ളത്. ഞാൻ വണ്ടിയുടെ അടി കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ചവിട്ട് മൊത്തം തലയ്ക്കും കഴുത്തിനാണ് കിട്ടിയത്. എന്തായാലും കൂടിയിട്ടടിക്കുമ്പോഴത്തേക്ക് തിരിച്ചാരെങ്കിലും കൈവയ്ക്കൂലേ? ശരീരം നോക്കുമ്പോൾ ഒരടിയെങ്കിലും നമ്മൾ കൊടുക്കും. അതിനുകൊണ്ട് ഇത് കേസ് കൊടുത്തിട്ട് കഥയില്ല. എൻ്റെ വീട്ടിൽ വന്നാണ് എന്നെ അടിച്ചത്. ഞാൻ ഭ്രാന്തിയാവും. അവരെ മോനെ അവര് പണം കൊടുത്ത് ഇറക്കിക്കൊണ്ട് വരും. ഞാൻ എന്ത് ചെയ്യും? പോലീസ് ക്രൂരതകളുടെ കഥയാണ് കേരളമെങ്ങും. എന്നാൽ ഇവിടെ ഞങ്ങൾ പറയുന്നത് കുറ്റവാളികളെ കയറൂരി വിട്ട വർക്കല പോലീസിനെ കുറിച്ചാണ്. സംഭവകഥ ഇങ്ങനെ വിവരിക്കാം. ഇക്കഴിഞ്ഞ ഓണ ദിവസം വർക്കല രഘുനാഥപുരത്തെ സബീത എന്ന വിധവയുടെ മകൻ അസൈൻ സുഹൃത്തായ ബാലുവിൻ്റെ വീട്ടിൽ ഓണം കൂടാൻ പോയി. ഭാഗ്യദോഷം കൊണ്ട് അസൈൻ്റെ അടുത്ത ഒരു കൂട്ടുകാരൻ അന്നേ ദിവസം വാഹനാപകടത്തിൽപ്പെട്ടു. പരിക്കേറ്റ യുവാവിനെയും കൊണ്ട് ആശുപത്രിയിലേക്കായി പിന്നീട് ഓട്ടം. ആ ഓട്ടത്തിനിടയിൽ കേട്ടാൽ നിർദോഷമാണെന്ന് തോന്നാവുന്ന ഒരു ചോദ്യം കൂട്ടത്തിലൊരാൾ മറ്റൊരാളോട് ചോദിച്ചു. സ്വതവേ ഇഞ്ചിക്കുന്തന്മാരാണല്ലോ ന്യൂജൻ പിള്ളേർ. അത്രയായിട്ട് എന്നെ ഉപദ്രവിച്ച്. അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഫുള്ള് നീരാണ്. ഇവിടെ മൊത്തമാണ് ചവിട്ട് മൊത്തം കിട്ടിയിട്ടുള്ളത്. തലങ്ങും വിലങ്ങും ഇടിയും അടിയും. സബീദയുടെ മകൻ അസൈൻ ഒന്നും അറിയാതെ ഒരു കുറ്റവും ചെയ്യാതെ ആ അടിയും ഇടിയുമൊക്കെ വാങ്ങി. തലയും കഴുത്തും തകർന്ന കിടപ്പിലായി. ബാക്കി കഥ അസൈൻ തന്നെ പറയട്ടെ. നമ്മൾ ഓണത്തിൻ്റെ പരിപാടിയായിട്ട് അങ്ങനെ ബാലു എന്ന് പറയുന്ന പയ്യൻ്റെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പയ്യൻ ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലോട്ട് അവനെ കൊണ്ടുപോയപ്പോഴത്തേക്ക് സൽമാനും മോഹൂട്ടൻ എന്ന് പറഞ്ഞ രണ്ട് പയ്യന്മാർ കാണാൻ വന്നിരുന്നു. അപ്പോൾ അജ്മൽ ഖാൻ എന്ന് പറയുന്ന പയ്യൻ എൻ്റെ അടുത്ത് അവൻ അവന്മാർ സംസാരിച്ച് നോക്കി പൊക്കൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് അജ്മൽ ഖാൻ തിരിച്ചു പറഞ്ഞ്, നീ ആരുടെ എൻ്റെ കാര്യം ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് സൽമാനെ അടിച്ച് നേരെ അവനെയും കൊണ്ട് അങ്ങനെ വന്നപ്പോൾ നമുക്ക് മുമ്പേ അവന്മാർ രണ്ടുപേരും വണ്ടിയിലങ്ങ് ഫ്രണ്ടിൽ നിന്ന് പോയി. റൗണ്ട് പോയിട്ട് വളഞ്ഞ് കയറി കഷായസ്ത്രീയോടെ എത്തിയപ്പോഴത്തേക്ക് അവന്മാർ കൊണ്ട് റോഡ് വണ്ടി അങ്ങ് വെച്ച്. എന്നിട്ട് ഇവനെ അജ്മൽ ഖാനെ പിടിച്ച് വലിച്ച് വെളിയിലങ്ങ് ഇറക്കിയിട്ട് അജ്മൽ ഖാൻ്റെ കൂടെ അവനെ തൊട്ടിട്ടില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവന്മാർ വന്ന് അപ്പോഴത്തേക്ക് ഒരു പയ്യനെ അടിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് അടിക്കില്ലേ, കാര്യം അടിക്കില്ലേ എന്ന് പറഞ്ഞ് അപ്പോഴേ അമീർ ഷാ എന്ന് പറയുന്നവൻ വന്ന് വണ്ടി എൻ്റെ ചവിട്ടിയിട്ട് പിന്നെ തറയിട്ട് ചവിട്ട് തുടങ്ങി. കൂടെ ഇരുന്ന പയ്യനെ അടി കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ അടിച്ച പയ്യനെ അവന്മാരും ഒന്നും ചെയ്തിട്ടില്ല. ആ കിടപ്പ് ഞാൻ തറയിൽ കിടന്നിട്ട് ഞാൻ ചോദിക്കട്ടെ കാര്യം എന്ത് ഒരുത്തന്മാരും മിണ്ടുന്നില്ല. അത്രയായിട്ട് എന്നെ ഉപദ്രവിച്ച്. അതുകൊണ്ട് ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഫുള്ള് നീരാണ്. ഇവിടെ മൊത്തമാണ് ചവിട്ട് മൊത്തം കിട്ടിയിട്ടുള്ളത്. ഞാൻ വണ്ടിയുടെ അടി കിടക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ചവിട്ട് മൊത്തം തലയ്ക്കും കഴുത്തിനാണ് കിട്ടിയത്. കാര്യം അപ്പോൾ തൊട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചവിട്ടുമ്പോൾ ഞാൻ ചോദിക്കുകയാണ് കാര്യം എന്താ ഞാൻ വല്ലതും ചെയ്താൽ ചോദിക്കുന്നു. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. തറയിലിട്ട് ചവിട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അത്ര ഇതായിട്ടും അവൻ ഇന്നേ വരെ അവൻ എൻ്റെ പുറത്ത് തൊട്ടിട്ടില്ല. ഞാൻ അനിയനും ചേട്ടനും കണക്കാണ് നമ്മൾ കാണുന്നത്. ഇന്നേ വരെ നമ്മളൊരു പ്രശ്നത്തിൽ നമ്മൾ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. അവന്മാരെല്ലാവരും കൂടെ കൂടിയിട്ട് അടിച്ച വിഷമത്തിൽ വണ്ടിയും കൊണ്ട് ഞാൻ പോയി എവിടെയെന്നില്ല ഞാൻ പോയി നിന്ന് അവസാനമായിട്ട് ചേട്ടൻ വിളിച്ച് എണീപ്പിച്ച് ചേട്ടൻ്റെ റൂമിൽ കൊണ്ട് കിടത്തി പിറ്റേ ദിവസം കൊണ്ടുവന്ന് ഇവിടെ ഹാജരാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ് കാണിച്ച് ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റാക്കി. ഇവിടെ മൊത്തം രക്തം ചത്ത് കിടക്കുകയായിരുന്നു ഈ ഭാഗം കഴുത്തിൽ. ഇവിടെ ആക്കിയിട്ടും പോലീസ് ഇതിൻ്റെ അടുത്ത് ഇത്ര ഇതാക്കിയിട്ട് അവർ 4-5 ദിവസം അവിടെ കിടന്നു. എന്നിട്ട് ആരും വന്നിട്ടുമില്ല, ഒന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവർ ഇത്രയും ദിവസമായിട്ട് അവരാരും വന്നിട്ടുമില്ല, തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. സംഭവം നടന്നിട്ട് 5-ാം തീയതി നടന്ന പ്രശ്നമാണ്. ഇത്രയും ദിവസമായിട്ട് അവർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അവരടുത്ത് എന്നെ ഹാജരാക്കണമെന്ന് പറഞ്ഞാൽ കൊണ്ട് ഹാജരായപ്പോൾ ഹോസ്പിറ്റലിൽ തലയ്ക്കും കഴുത്തിന് നീര് കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ചെന്നപ്പോഴേ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അഡ്മിറ്റാക്കി. അപ്പോൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്നും കേസ് എഴുതി വിട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ ആരും മൈൻഡ് ചെയ്തതുമില്ല, വന്നിട്ടുമില്ല ഇതുവരെയായിട്ട്. ഇത്രയും ദിവസമായി അത് കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിന് ശേഷം ഉമ്മായും ചേട്ടനും കൂടെ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് ഏത് കേസ് അങ്ങനെയാണെന്ന് പറഞ്ഞ സംസാരമൊക്കെ ആയി. എന്നിട്ട് പിന്നെ ഇന്ന് വിളിച്ചിട്ട് പറയുന്നത് 2 പേരിലും കേസ് എടുക്കാൻ പോവുകയാണ്. ഈ ഒടിഞ്ഞ കാലം കൊണ്ട് ഉമ്മ ഇനി സ്റ്റേഷനിൽ ചെല്ലണമെന്ന്. അത് നടക്കുന്ന കാര്യമാണ്. ഈ ഒടിഞ്ഞ കാലം കൊണ്ട് സ്റ്റേഷനിൽ ചെല്ലുന്നത്. സംഭവം എന്നെ കാണാതിരുന്നപ്പോഴത്തേക്ക് ഉമ്മ പോയി അപ്പുറത്തെ അവിടെ നിന്ന പയ്യന്മാരത്ത് പോയി ചോദിച്ചപ്പോഴത്തേക്ക് കുഞ്ഞുമ്മ വന്ന് സംസാരവും പ്രശ്നമൊക്കെ ആ പയ്യൻ്റെ കുഞ്ഞുമ്മ ഇവിടെ വന്ന് അവർ 3 പേരും കൂടെ കൂടിയിട്ട് അടിച്ചങ്ങനെ പറ്റിയതാണ്. അവർ 3 പേരുണ്ടായിരുന്നു. അവരെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. 2 ഇതും ഇതുവരെ ആയിട്ട് ഒരു ഇതും ചെയ്തിട്ടില്ല അവരാരും.
മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട്. ജോലിക്ക് പോയാൽ കുറേ കടങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതുപോലും ചെയ്യാൻ പറ്റുന്നില്ല ജോലിക്ക് പോയാൽ. ഇവരെ ഈ ഒടിഞ്ഞ കാലമുള്ള ഈ അവസ്ഥയെ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? ഓണം കൂടാൻ പോയ മകനെ ഏറെ വൈകിയും കാണാതായതോടെ അമ്മ സബീദ മകനെ അന്വേഷിച്ചിറങ്ങി. അടിയുടെ കഥ അവരും അറിഞ്ഞു. അടുത്ത വീട്ടിലെ അടുത്ത ബന്ധുക്കളായ അമീർ ഷായും സൽമാനും അജ്മലുമാണ് മകനെ മർദ്ദിച്ചതെന്നറിഞ്ഞ സബീദ ആ ബന്ധുക്കളെ കണ്ട് സങ്കടം പറയാൻ ശ്രമിച്ചു. പിന്നെ പെൺഗുണ്ടകളുടെ പേക്കുത്തായിരുന്നു സബീദ നേരിട്ടത്. വർക്കലയെ കിടുകിട വിറപ്പിക്കുന്ന ഷാനിബയും മക്കളായ ഷൈനിയും ഷാനയും ചേർന്ന് മാരകായുധങ്ങൾ കൊണ്ട് വിധവയുടെ കാല് തല്ലി ഒടിച്ചു. ഓണത്തിനന്ന് എൻ്റെ മോൻ ബാലുവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ അടിയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ നടന്നെന്ന് ഞാൻ അറിഞ്ഞു ചെന്നപ്പോഴത്തേക്ക് മോനെ കാണാനില്ലാതെ ഞാൻ ബാലുവിനെയും കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ അമീർ ഷായുടെയും അവരെ കൂട്ടുകാരുടെയൊക്കെ എല്ലാവരുടെയും കൂടി ചോദിച്ചു, എൻ്റെ മോനെ എവിടെ കൊണ്ടുപോയി കൊന്നെന്ന് ചോദിച്ചു. അവരെ വീട്ടിൽ കയറി ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ സഹോദരൻ നീ ഇവിടെ കിടന്ന് കരയേണ്ടാന്ന് വേണ്ടി എന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ അപ്പർ സൈഡിൽ തിന്നേലിരിക്കുകയായിരുന്നു. അങ്ങനെ അമീർ ഷായുടെ ഉമ്മയും കുഞ്ഞമ്മയും കൂടി വന്ന് എന്നെ 3 പേരെ കൂടി മർദ്ദിച്ച് സഹിക്കാൻ വയ്യാതെ ഞാനും അവരെന്തോ ചെയ്ത് നോക്കി നിൽക്കത്തില്ലല്ലേ. ഒരാൾ അടിക്കുമ്പോഴത്തേക്ക് അവരടിച്ച് എൻ്റെ ഒരു വടിയെടുത്ത് വെച്ചടിച്ച് എൻ്റെ കാലും പൊട്ടിച്ച് എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ 4 ദിവസം കിടന്ന് ശനിയാഴ്ച 6-ാം തീയതി എസ്ഐയുടെ പേരിൽ കൊണ്ടിന്ന് കേസ് കൊടുത്തു. അന്വേഷിക്കാൻ വന്നില്ല. 3-4 ദിവസം അവിടെ കിടക്കുകയായിരുന്നു. അന്വേഷണമില്ല. പിന്നെ ഞാൻ ഇറങ്ങി വന്ന് എൻ്റെ കാല് വേദന സഹിക്കാൻ വയ്യാതെ 7-ാം തീയതി എക്സ്റേ എടുത്തപ്പോഴത്തേക്ക് എന്നെ പാരിപ്പള്ളി ESIയിൽ വിട്ട്. എൻ്റെ ദേഹം മൊത്തം അവരെ ഇടി കൊണ്ട പാടുണ്ട്. സ്കാൻ ചെയ്യാൻ പറഞ്ഞ റിപ്പോർട്ടുകളും ഉണ്ട്, എല്ലാം ഉണ്ട്. നേരെ മെഡിക്കലിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത് എഴുതിയിട്ടുകൊണ്ട് ഇതിൽ എനിക്ക് വേവിച്ച് തരാനോ ആരുമില്ല. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. ഇവിടെ ഈ മോനാണ് ജോലി ചെയ്ത് കൊണ്ടുവന്ന് ഈ കുടുംബം പോരുന്നത്. അവൻ ഇത്രയും ദിവസം കൊണ്ട് കിടപ്പാണ്. ഒരാഹാരം പോലും ഇന്ന് ഞങ്ങൾ കഴിച്ചിട്ടില്ല. 8ൽ പഠിക്കുന്നൊരു മോളുണ്ട്, അവളങ്ങ് സ്കൂളിൽ പോകും. രാത്രി വന്നിട്ടാണ് ഞങ്ങൾക്കൊരു കഞ്ഞി വെച്ച് തരണത്. അത്ര അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു നടപടി എടുക്കാനുള്ള ഇതില്ല. ഈ സാറന്മാർ ഒന്നും ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ വിളിച്ച് ചോദിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഞങ്ങൾക്ക് ഇതിനൊരു നീതി വേണം. ഇനി അവർ വേണമെങ്കിൽ വീട് കയറി അടിക്കും. ഈ ഷാന എന്ന് പറയുന്ന പെണ്ണ് കുഞ്ഞോള് അവൾ വീട് കയറി അടിക്കാൻ വേണ്ടി ശ്രമിക്കാൻ നടക്കുന്ന ഒരു പെണ്ണാണ്. എല്ലാ പ്രാവശ്യങ്ങളും പല കേസുകളും അവൾ ആവശ്യമില്ലാത്ത കേസുകൾ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവളാണ് ഇത് മൊത്തം ചെയ്യണത്. എല്ലാ പ്രശ്നങ്ങൾക്കും ചാടിയിറങ്ങും. എൻ്റെ ദേഹം മൊത്തം എനിക്ക് ഇടികൊണ്ട് ഞാൻ ജോലിക്ക് പോലും പോകാൻ പറ്റാതെ കാലം വരെ ഒടിഞ്ഞ് കിടക്കണം. ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു നീതി വേണം. എൻ്റെ കൊച്ചിന് ഭീഷണിയാണ്. അവരെന്നെ എന്തെങ്കിലും ചെയ്താൽ അറിയാൻ പറ്റൂല. ഞാൻ ഭ്രാന്തിയാവും. അവരെ പണം കൊടുത്ത് ഇറക്കിക്കൊണ്ട് വരും. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? ഞങ്ങൾക്കൊരു നീതി വേണം. എനിക്ക് വേണം ഒരു നീതി. ഞങ്ങൾക്ക് ജീവിക്കണം. അവനൊന്നും അറിയത്തില്ല. അവനെ അടിച്ച എന്തിനെന്ന് പോലും അവനറിയത്തില്ല. അവരോട് ചോദിച്ചു, എന്നെ എന്തിനാ അടിക്കുന്നത്? നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് അടിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ മൊബൈലിൽ വിളിച്ചപ്പോഴത്തേക്കും ഞാനാണ് സംസാരിച്ചത്. അപ്പോൾ അവൻ ചെയ്തു പോയി എന്ന് അവൻ പറയാണ്. അങ്ങനെ ഒരാളിനെ വ്യക്തിപരമാക്കിയമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ആളിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവരെന്ത് ചെയ്യും? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ കൂട്ടുകാരാണ്, എല്ലാമാണ്. പക്ഷെ എന്തിനു ചെയ്തു എന്ന് അവർക്കറിയില്ല. അവർക്ക് തന്നെ അറിയില്ല അവരെന്തിനു ചെയ്തു എന്ന്. അപ്പം എൻ്റെ മോൻ നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അവർ 6-7 പേരുണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ടിട്ടാണ് അവർ കഴുത്തിനാണ് ചവിട്ടിയ അത്രയും. അതുകൊണ്ടാണ് ഇപ്പം 7000 രൂപ കൊടുത്ത് ഞാൻ സ്കാൻ ചെയ്തത്. ഒരു നിവൃത്തിയില്ലാത്ത ഞാനാണ്. എനിക്കിപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റാതെ ഇരിക്കുക. ഇന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോലും ഇല്ല. ഇനി എൻ്റെ മോള് വരണം, ഞങ്ങൾക്ക് കഞ്ഞി വെച്ച് തരണമെങ്കിൽ. ആ അവസ്ഥയിൽ പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു 2 പെറ്റീഷൻ വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ പേരിലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൂടിയിട്ടടിക്കുമ്പോഴത്തേക്ക് തിരിച്ചാരെങ്കിലും കൈവയ്ക്കൂലേ? ശരീരം നോക്കുമ്പോൾ ഒരടിയെങ്കിലും നമ്മൾ കൊടുക്കും. അതിനുകൊണ്ട് ഇത് കേസ് കൊടുത്തിട്ട് കഥയില്ല. എൻ്റെ വീട്ടിൽ വന്നാണ് എന്നെ അടിച്ചത്. അതിന്
എന്തായാലും എനിക്കൊരു നീതി വേണം. ഇനി ഒരു വീട് കയറി ചെയ്യരുത്, ഒരു പെണ്ണുങ്ങളെ അടിക്കരുത്. എൻ്റെ ഭർത്താവ് പോലുമില്ല എനിക്ക് ജോലി ചെയ്ത് തരാൻ. പോലീസ് സ്റ്റേഷനിൽ 2 പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരേക്കും അന്വേഷണത്തിന് വന്നിട്ടില്ല. സ്റ്റേഷനിൽ പറയണെങ്കിൽ എന്നെ ഈ കാലം കൊണ്ട് സ്റ്റേഷനിൽ ചെന്നാലേ അവർ കേസെടുക്കുള്ളൂ. ഞാൻ എങ്ങനെ ഈ പൊട്ടലുള്ള കാലം കൊണ്ട് പോകും സ്റ്റേഷനിൽ? ഇനി എസ് ഐ സാർ അവരെന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല. എസ് ഐ സാറ് കേസെടുക്കണില്ല. 2 കേസായി, ഇത്രയും ദിവസവുമായി. 5-ാം തീയതി മോനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. എന്നിട്ട് അവർ അന്വേഷണത്തിന് വന്നിട്ട് പറഞ്ഞു മോനെ കിട്ടുമ്പോഴത്തേക്ക് മോനെ കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോഴത്തേക്ക് മോനെ കൊണ്ടുവന്ന് ഹാജരാക്കിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോനെ ആശുപത്രി കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് വന്നിട്ട് ഞാൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് പോലും ഒരു നീതി ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. എൻ്റെ മോനെ കൊണ്ടുവന്നത് അവൻ്റെ ചേട്ടനാണ് കൊണ്ടുവന്നത്. ഇന്ന സ്ഥലത്ത് വണ്ടി അവനുമായിട്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ അവൻ അത്രയ്ക്ക് അഴിക്കാൻ വയ്യാതെ അവന് ചവിട്ടും അടിയും ഒക്കെ കൊണ്ട് ശരീരം നൊന്താണ് അമ്മ പേടിച്ചിട്ട് പോയത്. ഇനി എന്തെങ്കിലും അവന്മാർ ചെയ്യുമോന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് അവർ കൂടിയിട്ട് ചവിട്ടുന്നവർ അവരെന്തെങ്കിലും വീണ്ടും ചെയ്യൂലേ, അത് പേടിച്ചിട്ടാണ് എൻ്റെ അമ്മ പോയത്. കൊണ്ടുവന്ന് ഹാജരാക്കി ഈ നിമിഷം വരെ അവർ അന്വേഷണത്തിന് വന്നിട്ടുമില്ല, എന്താണെന്ന് ചോദിച്ചിട്ടുമില്ല. അതിന് നമുക്കൊരു നീതി ഉണ്ടാവണം. എല്ലാ വിവരവും കൃത്യസമയത്ത് പരാതിയായി അസൈനും ഉമ്മ സബീദയും വർക്കല പോലീസിനെ അറിയിച്ചു. സംഭവം നടന്ന് ആഴ്ച 1 കഴിഞ്ഞിട്ടും പെൺകുണ്ടകളുടെ രോമത്തിൽ സ്പർശിക്കാൻ വർക്കലയിലെ വനിതാ പോലീസിനോ ക്രിമിനൽ ഇഞ്ചിക്കുന്തൻ ഫ്രോഡുകളെ കയ്യാമം വെച്ച് കോടതിയിലെച്ച് തുറുങ്കിലടയ്ക്കാൻ വർക്കലയിലെ കാക്കിയിട്ട ഏമാന്മാർക്കോ കഴിഞ്ഞിട്ടില്ല. കഴിയാത്തതല്ല, കിട്ടുന്ന കിമ്പളത്തിന് നന്ദി കാട്ടാൻ പോലീസ് ഒന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. പിണറായി സർക്കാരിൻ്റെ പോലീസല്ലേ ഇങ്ങനെ ചെയ്യൂ എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലാണ് വർക്കല പോലീസെന്നും ആരോപണമുണ്ട്. വിസ്മയ ന്യൂസ്, വർക്കല.